റോഡ് ബ്ലോക്ക് ആകാതെ ജീപ്പ് എടുത്ത് മാറ്റാ. കുറെ നേരം കിടന്ന് ചലിക്കുന്നു. ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാ. ഞാനും കുറെ നാട് കണ്ടതാടാ. സ്റ്റിയറിംഗ് പിടിക്കാൻ പോലും അറിയാത്തവന്മാരൊക്കെ ഡ്രൈവർമാര്. പിന്നെ വണ്ടി ഓടിച്ചൊക്കെ തന്നെയാ കുറെ കാലം കൊണ്ട് ഞങ്ങളും ജീവിക്കുന്നത്. അതിനെ കുറിച്ചൊന്നും പഠിപ്പിക്കല്ലേ. തന്നെ പഠിപ്പിക്കാൻ ഞാനിവിടെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തല്ലോ. വണ്ടി മാറ്റടാ. എടാ പോടാന്ന് വിളിച്ചാൽ ഇവിടുന്ന് വണ്ടി കൊണ്ട് പോകത്തില്ല. കാണാ എന്നെ താനൊന്ന് കാണിക്കും. ഓഹോ സുബ്രു, എന്നാ ഇതിനെ കുറിച്ചൊരു തീരുമാനം ഉണ്ടായിട്ട് എല്ലാവരും പോയാ മതി. നിങ്ങളാരാ? ഇവിടുത്തെ ഗുണ്ടകളാ. അതേടാ, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ? വണ്ടി മാറ്റടാ, ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് മാറ്റും. നിനക്ക് മാറ്റാൻ പറ്റില്ലേ? മാറ്റിക്കോ. മാറ്റൂടാ. മറ്റുള്ള വാഹനങ്ങൾക്കൊന്നും പോണ്ടേ? പോണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല, പക്ഷെ വണ്ടി ഇങ്ങനെ ഇട്ടാ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അത്രയ്ക്ക് തിരക്കുണ്ടെങ്കിലേ ഇതിന്റെ മോളിൽ കൂടെ പറന്നു പോകണം. ഓഹോ, അപ്പൊ ഈ നാട്ടിലെല്ലാരും പറന്നാണോ നടക്കാറ്? ചിലപ്പോ പറക്കും, ചിലപ്പോ നീന്തും, ചിലപ്പോ മുട്ടിൽ വിഴയും. അല്ല, നമ്മളാരാണാവോ? ഞാനൊരു വഴിയാത്രക്കാരനാ. പറക്കാനൊന്നും അറിയില്ല. അത്യാവശ്യം നീന്താനും മുട്ടിലഴയാനും അറിയാം. പക്ഷെ ഇപ്പൊ അതിന് ഉദ്ദേശമില്ല. വേണ്ട. ഇവിടെ അടുത്തൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അവിടുത്തെ സബ് ഇൻസ്പെക്ടർ പണിക്ക് വന്നതാ. സ്റ്റേഷനിലേക്ക് വന്നാ മതി, താക്കോല് തരാം. കള്ളൻ ഓട്ടക്കൈയാണല്ല. 10 കാശ് കയ്യില് നിക്കില്ല. വാരിക്കോരി കൊടുത്തേ ശീലമുള്ളൂ. സത്യം, ഇതാണെന്ന് പഠിച്ച്. അതിരിക്കട്ടെ, ആയുസിന്റെ കാര്യം എന്തൊരു പറയണ്? നാട്ടുകാരുടെ ബുദ്ധിമോശം കൊണ്ട് ഇങ്ങനെ നീണ്ടു പോണ്. വേണ്ട വേണ്ട, എന്ത് ആയുസ് വേണ്ടെന്നാ? കാമഡി വേണ്ടെന്ന്. ആയുസിന്റെ കാര്യം എന്തൊരു പറയുന്നു കൊച്ചേ? 100 ആയുസുണ്ടെന്നാ രേഖയിൽ കാണുന്നേ. ദാനധർമ്മങ്ങൾ കൊണ്ട് കൂട്ടിക്കിട്ടാനും മതി. ഭാഗ്യവാനാണ് ഏട്ടാ. നീ ഒന്ന് വിളിച്ചു വയ്ക്കാതെ ഫലങ്ങളൊക്കെ നേരെ ഇങ്ങോട്ട് പറ. പിള്ളേരൊക്കെ എങ്ങനെ? പിള്ളേരൊക്കെ കുറച്ച് കഴിയുമ്പോ അച്ഛനെ എടുത്തിട്ട് ഇടിക്കും. അത് മൂപ്പര കയ്യിലേക്കേ കാണൂല, മക്കളെ കയ്യിൽ പോയി നോക്കി. നടക്കട്ടെ. ഇവിടെ ഇപ്പൊ എന്തൊരു നടക്കണം എന്തൊരു നടക്കണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ടവര് തീരുമാനിക്കും. നിനക്ക് പന്തിരണോടെ? അല്ല, ഈ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണാനാ. ഈ നാട്ടുകാരനല്ലേ? അല്ല, അതാ സംഗതി പൊടി കിട്ടാത്തത്. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങൾ കണ്ടാലുണ്ട്. അപ്പൊ ASI. ഓ, അതില് വലിയ കാര്യമൊന്നുമില്ലടേ. ഇത് മാനത്തേക്ക് വെടിവെക്കുന്നത് പോലെ. ഒരു കാക്കക്കിട്ട് കൊള്ളാനല്ല. കാക്കമാരെ പറ്റി സംസാരിക്കുന്നത്. കാക്കമാരല്ല, കാക്ക കാക്ക. കറുത്ത നിറത്തിലൊരു പച്ചി. ഇവരുടെ കൈയൊക്കെ എങ്ങനെ? വല്ല ഭാവി ഉണ്ടോ? അത് പോലീസുകാരന്മാർക്ക് അതൊരു ഭാവിയുടെ ഏറിയ ഒരു ഏട്ട് മൂത്ത ഒരു ASI തീർന്നു. ഇപ്പൊ പിന്നെ ക്രിമിനൽസിനല്ലേ ഭാവികള്. കാട്ടുള്ള വീരപ്പന് വരെ MLA MP അല്ല പിന്നെ മുഖ്യമന്ത്രി വരെ ആവാം. പോലീസുകാർക്ക് ഭാവി ഉണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ. നോക്ക്. പത്മനാഭൻ പിള്ള, സൺ ഓഫ് പത്മലോചനൻ പിള്ള, ഹെഡ് കോൺസ്റ്റബിൾ, തിരുവനന്തപുരത്ത് പട്ടത്ത് വീട്. ഈ പുല്ലാരംകുന്ന് സ്റ്റേഷനിൽ വന്നിട്ട് 2 വർഷം 3 മാസം 4 ദിവസം സുഖവാസം. ആം ഐ റൈറ്റ്? എന്റെ ശ്രീവപ്പനാവാ, ഇത് രേഖയല്ല. പേരും അഡ്രസ്സും ഒക്കെ സർവീസ് ബുക്ക് വായിക്കും പോലെ വായിച്ചു എന്റെ കൈ നോക്കി. കെ ഇസ്മായിൽ സൺ ഓഫ് അബ്ദുൽ ഹാജി, കോഴിക്കോട് കടലുണ്ടി സ്വദേശി. പോലീസിലാണെങ്കിലും കാര്യമായ ജോലി, വെള്ളമടി. വേണ്ടാത്തൊന്നും പറയാതെ മക്കളുണ്ടാവോ? അയ്യോ, അത് നാട്ടുകാർ ചെയ്യേണ്ട പണിയല്ലല്ലോ. ഇങ്ങനെ വെള്ളമടിച്ച് ബോധമില്ലാതെ പോത്തുപോലെ കിടന്ന് ഉറങ്ങിയാ ഇങ്ങനെയൊക്കെ തന്നെ പോകും. നമുക്ക് ശരിയാക്കാം. ഇയാൾ ഇതെന്തിന് കാണിക്കണത്? പോലീസിൽ നിന്ന് പിരിഞ്ഞാ പിന്നെ കഥകളി കാണിച്ച് ജീവിക്കാമെന്ന ASI ചാക്കോ ചെറിയാൻ അല്ലേ? കയ്യു മാത്രമല്ല, ഓ മുഖലക്ഷണം നോക്കി പേരും അഡ്രസ്സും വരെ പറയും. എന്താ ജയരാജ്. എന്തിനാണോ ഓന്റെ പേര് പിടിച്ചില്ല? എന്താണ് നിന്റെ പണി? പോലീസിലാ. കൈനാട്ടങ്ങളെ എന്നെ അല്ല, SI. ആ, ഇനി നിങ്ങളൊക്കെ സഹകരിച്ചാൽ കുറച്ചു കാലം ഇവിടെ കാണും. അതിനാ വന്നത്. എന്റെ ശങ്കരനാരായണ, കാണേണ്ടതായിരുന്നു ഇവിടത്തെ പൂരം. അങ്ങനെ വന്ന പാടെ വിറപ്പിച്ച് കളഞ്ഞില്ലേ. പിന്നെ ഓരോരുത്തർ എടാ തെക്കുവടക്കെ നിന്റെ പുതിയ SI ഞെട്ടിച്ചാണല്ലോ വരവ്. അതെ, അതിനാണല്ലോ പോലീസ്. ഞെട്ടിക്കും, നിങ്ങളൊക്കെ ഞെട്ടുകയും ചെയ്യും. ഈ പുല്ലൂരാങ്കുന്നിൽ ഏതൊക്കെ SIമാര് വന്നു പോയടോ. സണ്ണി ചായന്റെയോ അലക്സിയുടെയോ ഒരു അത്താഴ വിരുന്ന്. പിന്നെ വാലും മടക്കി തറയിലിരിക്കും.
അവരിയ്ക്കുന്ന കസേരയുടെ 7 അടി ദൂരെ. എല്ലാരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ലല്ലോ. ചിലർ ഈ പറഞ്ഞ തമ്പ്രാക്കന്മാരുടെ തലേ കയറിയിരുന്ന് തൂരും. ഓടാടന്ന്. അയ്യേ. ഛേ. SI സാറിന്റെ അമ്മ. നേരം കൊറേയായി ഞാൻ ഇവിടെ ഇരിക്കുന്നു. എന്നെ മറന്നു പോലെ എന്നൊന്ന് പറഞ്ഞേക്കണേ. അമ്മയ്ക്ക് അകത്തോട്ടിരിക്കാം. അയ്യോ വേണ്ട, ഇപ്പോഴും പോലീസ് സ്റ്റേഷൻ എന്ന് കേൾക്കുന്നത് പേടിയാ. നിങ്ങൾക്ക് പോലീസുകാർക്ക് അതില്ലെങ്കിലും. ഞാന് പിന്നെ പോലീസല്ല. ഇത് നിങ്ങളുടെ SIയുടെ അച്ഛനും പറയാറുള്ളതാ, IG വരെ ആയിട്ടും. അവനും പറയാറുണ്ട്. ഒന്ന് പറഞ്ഞേക്ക്, കാറിൽ ഒരു തള്ള, അതും ശ്വാസം മുട്ടല ഇരിക്കണുണ്ടെന്ന്. അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പുണ്ട്, പക്ഷെ പലരും സ്ഥലത്തില്ല. അവരൊക്കെ നിങ്ങളുടെ ഗതികേട് എനിക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം പറയാം, കഴിയുന്നതും ഒരാൾ പോലീസ് ആവാതിരിക്കുക. ഇതൊരു എളുപ്പമുള്ള പണിയല്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങൾ ഒന്നാണിത്. മനസ്സിലായോ? സാർ, സല്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും വിളിപ്പേരുകളിൽ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മളൊക്കെ പോലീസാണ്, ഒന്നാണ്. ഓക്കെ സാർ? സാറിന്റെ മീശ. സാർ, അമ്മ പറഞ്ഞു മറന്നു പോണ്ടെന്ന്. എന്റെ ദൈവമേ, ഇത് കോമ്പൗണ്ടാ. നമുക്ക് ആ ക്വാർട്ടേഴ്സ് ഒക്കെ ഒന്ന് കാണണം. വെള്ളം വെക്കി. നോട്ടീസ് പോടാ. ഓ, കോഴിനെ കോട്ടേഴ്സിൽ കൊണ്ടു കൊടുക്ക്. പിടികിട്ടാ പുള്ളികളാ. നിക്കട അവിടെ. കോട്ടേഴ്സ് അവിടെ അല്ലേ? ഒറ്റ അടി. ഞാൻ എവിടെ പോയി? വണ്ടിയുടെ മനസ്സിലായി. ചാവി വേണോ അല്ലേ? പച്ചോ, വാങ്ങാൻ ആള് വരും. ഉടമസ്ഥൻ. വണ്ടിയുടെ മാത്രമല്ല, ഈ നാടിന്റെ. അതിൽ ഈ പോലീസ് സ്റ്റേഷൻ പെടും. പോലീസ് സ്റ്റേഷന് ഒരു ഉടമസ്ഥനം? ചെറിയ ചേട്ടാ, ഇത് പ്രൈവറ്റ് പോലീസ് സ്റ്റേഷനാണ്. അത് പിന്നെ ഈ ഓ, മനസ്സിലായി. അപ്പൊ ശരി, ആള് വരട്ടെ. ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാലോ. ഇതിവിടെ ഇരിക്കട്ടെ. കാലക്കി സാറേ. എന്റെ ദൈവമേ. ക്വാർട്ടേഴ്സിലേക്ക് പോവാം. നീ എവിടേക്ക് പോണേ? ക്വാർട്ടേഴ്സിലേക്ക്. അതെ, നിന്റെ ഇവിടുത്തെ റോൾ എന്താണെന്ന് പുള്ളിക്കാരന് പിടികിട്ടിട്ടില്ല. നിന്നെയും പിടിച്ചിട്ടില്ല. എന്നാ പിന്നെ അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് മാറി ഇന്നൂടെ പണ്ടാറം. അതിന്റെ ഇടയിലാണ് അവന്റെ ഒരു നരസിംഹ മീശയും മട്ടും. അതെ, എന്നെ പിടിച്ചിട്ടില്ലെന്നോ? എന്താ കാര്യം? എന്നാ നമുക്കത് നേരിട്ട് ചോദിക്കാം. മുഖം പൂത്തി ഞാനൊരു എന്തേടോ എന്റെ മുഖത്തൊരു വാട്ടം? അങ്ങോട്ട് പോയ ആവേശം കണ്ടില്ല ഇങ്ങോട്ട് വന്നപ്പോ? ഏയ്, ഒരു SI രാജഗോപാല സാർ ഉണ്ടായിരുന്നില്ലേ? മീശയൊക്കെ പിരിച്ചു വെച്ച് കാക്കിയിട്ട് നെഞ്ചും പിരിച്ച് ലാത്തിയും കറക്കി ഒരു നടപ്പുണ്ടായിരുന്നു. എന്റെ പൊന്നോ, ആന എഴുന്നള്ളിച്ച് വരുന്ന പോലെ ഉണ്ടായിരുന്നു. വീരാനൊക്കെ ഓർമ്മയുണ്ടാവും. പിന്നെ എന്തേ വന്നപ്പോ എന്തായിരുന്നു പുകില്? ഉത്തമനെ കണ്ണെടുത്താ കണ്ടൂടായിരുന്നു. പിന്നെ നമ്മുടെ അടവുകൾ ഓരോന്നായിട്ട് അങ്ങോട്ട് പയറ്റി കഴിഞ്ഞപ്പോ പിന്നെ എന്തായി? ഉണ്ണാൻ ഉത്തമൻ, ഉറങ്ങാൻ ഉത്തമൻ, തിരിയാൻ ഉത്തമൻ, എന്തിനിപ്പൊ എടുക്കാൻ വരെ ഉത്തമൻ വേണമായിരുന്നു. പിന്നെ ഈ തോളത്ത് കൈയിട്ടുണ്ടല്ലോ ഈ അങ്ങാടിക്കൂടുള്ള നടത്തം വരെ. ഇത് ചെറുപ്പത്തിന്റെയാ? അല്ല, എന്നോട് വല്ലതും പറഞ്ഞ? ഇല്ല, അതല്ലേ അങ്ങേരുടെ വിവരക്കേട്. ഒരു സാമാന്യ മര്യാദയ്ക്ക് ആരാ എന്നൊന്ന് ചോദിക്കുക. സാർ, ഞാൻ ഉത്തമൻ എന്ന് ഞാനൊന്ന് പറയുക, അതല്ലേ എന്റെ ഒരു ശരി. ഇതൊരുമാതിരി റെയില് വിഴുങ്ങിയ പോലെ. നിങ്ങൾ കണ്ടോ വീരാനക്ക? തുമ്പിയെ പിടിക്കുന്ന പോലെ ദാ ഇങ്ങനെ മെല്ലെ പുഷ്പം പോലെ പിടിച്ച് അതിന്റെ കുഞ്ഞു വാലൊരു നൂലും കെട്ടി ഇതിങ്ങനെയാണ് വിട്ട
ഒന്ന് തുള്ളിക്കില്ലേ ഉത്തമൻ? ആളൊരു ശൂരനാന്ന് കേട്ട്. ആയിക്കോട്ടെ, പക്ഷേ വകതിരിവ് വേണം. ആളെ മനസ്സിലാക്കാനുള്ള കഴിവ് അത്രേ ഉള്ളൂ. ആ വീഴ്ത്താമോ നീ ഉത്തമനൊന്ന് നോക്കട്ടെ. ആ ബിരിയാണിക, ഒരു സ്പെഷ്യൽ ചായ, ഒരു സ്പെഷ്യൽ കാപ്പി, രണ്ടും വിത്തൗട്ട് ആയിക്കോട്ടെ. പഞ്ചസാര സെപ്പറേറ്റ് പൊതിഞ്ഞെടുത്തോ. പിന്നെ ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളം, ഒരു ഗ്ലാസ്സിൽ പച്ചവെള്ളം. അമ്മയ്ക്ക് നാരങ്ങ വെള്ളം തന്നെ ആയിക്കോട്ടെ. കുളം എത്ര കണ്ടതാ, എത്ര കുളം കണ്ടതാ. ആ പെട്ടെന്ന് എടുത്തോ. ഈ ക്വാർട്ടേഴ്സ് ഒക്കെ എന്താ ഇങ്ങനെ? അറ്റകുറ്റപ്പണികൾ ഒരുപാടുണ്ട്. നിങ്ങൾ തന്നെ താമസിക്കുന്ന സ്ഥലമല്ലേ? ഒരു റിക്വസ്റ്റ് എഴുതി അയച്ചു. എഴുതി അറിയിച്ചിട്ട് ആ സമയം വെറുതെ കളയാന്നല്ലാണ്ട് യാതൊരു കാര്യമില്ല. സുഹൃത്തിന്റെ വീട്ടില് കല്യാണത്തിന് പോണ മന്ത്രിക്ക് നടു റോട്ടില് പൊരി വെയിലത്ത് കാവൽ നിൽക്കുന്നത് മുതൽ രാഷ്ട്രീയക്കാര് തമ്മിൽ പക പോക്കാനും വെടിവെക്കാനും വരെ പോലീസ് വേണം. ആരെന്തൊക്കെ ചെയ്താലും നാട്ടുകാരുടെ ആട്ടും തുപ്പൊക്കെ പോലീസിന് തന്നെ. നമ്മുടെ കാര്യം നോക്കാൻ ആരുമില്ല. അങ്ങനെയൊന്നുമല്ല. മുറിബീടി, മുറി ട്രൗസറും ഉത്സവപ്പറമ്പിലെ നാടകങ്ങളിലെ കോമാളി വേഷമൊക്കെ പണ്ട്. ഇന്ന് അങ്ങനെയൊന്നും അല്ല. സാർ ചായ വിത്തൗട്ടാ. ഷുഗർ കരുതിയിട്ടുണ്ട്. മധുരത്തിന്റെ അളവറിഞ്ഞൂടല്ലോ. പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അധികം മധുരം കഴിക്കാതിരിക്കുന്ന നല്ലത്. ഒരൊറ്റ പ്രാവശ്യം പിടികിട്ടിയാൽ മതി, പിന്നെ ഞാൻ പിടിച്ചോളാം. ചായയാണോ കാപ്പിയാണോ, കടുപ്പം കൂടുതലാണോ കുറവാണോ, എത്ര മധുരം? എനിക്ക് ചായ വേണ്ടെങ്കിലോ? വെള്ളമുണ്ട്, ചൂടാണോ തണുപ്പാണോ, രണ്ടും കരുതിയിട്ടുണ്ട്. പഞ്ചസാരയാ പൊതിക്കാൻ. ആളൊരു ശൂരനാണെന്ന് കേട്ടു. ആരാ? എല്ലാരും അതല്ല, നമ്മളാരാ? ഉത്തമൻ. ഞാൻ ഇവിടെ ഇങ്ങനെ ചെറുപ്പം മുതലേ ചെറുപ്പം തൊട്ട് ഒരാളാവുമ്പോൾ ചെറുപ്പത്തിലും വരുന്നതാണല്ലോ ഉത്തമൻ. ഉത്തമൻ തന്നെയാണല്ലോ ഉത്തമൻ അല്ലേ? അത് ശരി. അപ്പൊ നാട്ടുകാരെ സേവിക്കാൻ പോലീസ്, പോലീസിനെ സേവിക്കാൻ ഒരു ഉത്തമൻ. നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. സുഹൃത്തെ, എന്താ നിന്റെ പ്ലാൻ? അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, നാട്ടുകാരെ സേവിക്കാൻ പോലീസ്, പോലീസിനെ സേവിക്കാൻ ഞാൻ ഉത്തമൻ. പുലിമുറ്റത്തെ അലക്സി കുഞ്ഞി. ഓ, മനസ്സിലായി. ഉടമസ്ഥൻ. ഈ പോലീസ് സ്റ്റേഷന്റെ, ഈ പ്രദേശത്തിന്റെ എല്ലാ ഉടമസ്ഥൻ. ഉടമസ്ഥനാ? എന്തേ? എന്നതേ ഇങ്ങോട്ടിരിക്കാം. പരിചയക്കുറവാ. ശരിയാ, ഞാൻ പോലീസിലായിട്ടൊരു 1.5 വർഷമേ ആയുള്ളൂ. തിരുവനന്തപുരത്ത് വെച്ച് ഒരു ചോട്ടാ ലീഡറുടേതാ ഇവിടെ ഇട്ട് ഒരൊറ്റ ഇടി കൊടുത്തു. പിന്നെ അതിനെ ചൊല്ലി സസ്പെൻഷൻ, പൊളിറ്റിക്കൽ ക്രിമിനൽസിന്റെ കൊലവിളി, തലചൊറിയന്മാരായ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഭീഷണി വേറെ. പിന്നെതാ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഇങ്ങോട്ട്. പരിചയക്കുറവാ. പുതിയ SI വന്നു എന്നറിഞ്ഞപ്പോ ഞാൻ സണ്ണിച്ചായനെ വിളിച്ചു. എന്റെ ബ്രദറാ, പുലിമുറ്റത്ത് സണ്ണി തോമസ്. സണ്ണി തോമസ് തീരുമാനിക്കും, കർത്താവ് നടത്തി കൊടുക്കുന്ന നാട്ടിലൊക്കെ ചൊല്ല്. ആളിപ്പോ പൊള്ളാച്ചിയിലാ. പൊള്ളാച്ചി കാലിച്ചന്ത സണ്ണിച്ചൻ അറിയാതെ അനങ്ങില്ല. വിളിച്ചപ്പോ പറഞ്ഞു, പുതിയ സാറിന് ഒരു കുറവും വരുത്തരുതെന്ന്. ചാർജ് എടുത്ത സാധാരണ സാറുമാര് പുലിമുറ്റത്ത് വരും. അതാ ഇവിടുത്തെ ഒരു രീതിയെ. ഈ പുലിമുറ്റത്ത് എന്ന് പറഞ്ഞു കേൾക്കുന്നതല്ലാതെ മനസ്സിലായി കാണില്ല. കുഞ്ഞൂഞ്ഞ് ഒരു കുടിയേറ്റക്കാരനായിരുന്നു, ഞങ്ങളുടെ അപ്പന്റെ അപ്പൻ. കട്ടപ്പാരയും തൂമ്പയും കൊണ്ടല്ല, ചങ്കൂറ്റം കൊണ്ട് അങ്ങേര് വെട്ടിപ്പിടിച്ചുണ്ടാക്കിയതാ ഈ നാട്. സ്ഥിരമായി ശല്യം ചെയ്തിരുന്ന പുലിയെ പിടിച്ചുകെട്ടി 4 കാലിൽ നഖം പിഴുതെടുത്ത് മുറ്റത്ത് പട്ടിയെപ്പോലെ കെട്ടിയിട്ടത്രേ. അങ്ങനെ വന്ന പേരാ പുലിമുറ്റത്ത്. ആ പുലി ഇപ്പോഴും ആ മുറ്റത്തുണ്ടോ? ഈ നാട്ടിലെ കുത്തും വെട്ടുമൊക്കെ പറഞ്ഞു തീർത്തിരുന്നത് ഞങ്ങളുടെ അപ്പൻ തോമാച്ചന്റെ കാലത്തൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാ. എന്ന് വെച്ചാ ഞങ്ങളുടെ വീടായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ. ആ ശല്യം ഒന്ന് വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ അപ്പച്ചൻ ഓടി നടന്ന് സ്വാധീനം ചെലുത്തിക്കൊണ്ടുവന്നതാ ഈ പോലീസ് സ്റ്റേഷൻ. ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾ പണിത പോലീസ് സ്റ്റേഷൻ. ശരി, അപ്പൂപ്പൻ ഈ നാട് തന്നെ ഉണ്ടാക്കി, നല്ല കാര്യം. അപ്പൻ ഈ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കി, അത് അതിലും നല്ലൊരു കാര്യം. ആ അപ്പന്റെ മക്കളായ സണ്ണി അലക്സിയും എന്താ ഉണ്ടാക്കുന്നത്? ഗുണ്ടായിസം അല്ലേ? മനസ്സിലായില്ല. സണ്ണിച്ചായന്റെ പൊന്നുമോന് സ്നേഹപൂർവ്വം ഞാനൊരു കാര്യം മനസ്സിലാക്കി തരാം. പോലീസ് സ്റ്റേഷൻ പണിത അപ്പൻ മകനെ പോലീസിലാക്കിയിട്ട് പോയിരുന്നെങ്കിൽ അലക്സി തോമസിന് പോലീസ് പണി എടുക്കായിരുന്നു. അതില്ലാത്തിടത്തോളം പോലീസ് അല്ലാത്തവരാരും പോലീസ് സ്റ്റേഷൻ കാര്യം ഇറങ്ങണ്ട, പോലീസ് പണി എടുക്കാൻ വേണ്ട. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാവുന്ന. ഇല്ലെങ്കിലോ? നോ. ജമീന്ദാർമാരും ഗുണ്ടാ സംഘങ്ങളും പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്ന നാടുകളുണ്ട്. ഇത് കേരളം, കേരള പോലീസ്.